ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയാലോ? സംഭവം ഇതിൻ്റെ ABCD പോലും എനിക്കറിയില്ല. പക്ഷെ കുറേ പേര് ഉണ്ടാക്കണത് ഇങ്ങനെ ത്വരമൊത്ത് ഞാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ എന്തുണ്ടാക്കായാലും അതിൻ്റെ A to Z വരെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചത് മീഷോയാണ്. കാരണം പോയി വാങ്ങിക്കാൻ എളുപ്പമില്ലാത്തതുകൊണ്ട് മീഷോക്കാർ നമുക്ക് വില കുറവിന് തരുമ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ ഈ ക്രോഷറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഉപയോഗപ്രദമായിരിക്കും എന്ന് കരുതി ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. എന്തായാലും മാല ഉണ്ടാക്കാമല്ലേ. അപ്പം എൻ്റെ ഓണക്കോടിയുടെ മാച്ചിനുള്ള കളർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഭാഗ്യം കൊണ്ടും ആ കളർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ കുറച്ച് കളേഴ്സ് എടുത്തു. അങ്ങനെ അതേ നമ്മുടെ ക്ലാസ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റിൽ സംഭവം ആ സെയിം സാധനമാണ് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പശ വെച്ചിട്ട് ആദ്യം പശ വെച്ചിട്ട് ആ ഷെല്ലുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കട്ടെ ചെയ്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സെറ്റപ്പിനൊന്നും ഒരു കുറവും വരുത്താൻ പാടില്ല. സംഭവം ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്ത് ലോക്കറ്റാണ് ഉണ്ടാക്കുന്നത്, എന്ത് ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുവിധം ഞാൻ എൻ്റെ ലോക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോക്കറ്റിൻ്റെ അപ്പുറത്തെ ഒരു തൂങ്ങി കിടക്കുന്നത് എന്ന പോലെ അതും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വെച്ചാൽ കമ്മൽ ചെയ്യാമെന്ന്. കമ്മൽ പേഴ്സണലി എനിക്കിഷ്ടമായില്ല. മാല പിന്നെയും കുഴപ്പമില്ല, പക്ഷെ കമ്മൽ എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടത് ഇതിൻ്റെ സൈഡ് ചന്ദനത്തിരി കൊണ്ടൊന്ന് ഇങ്ങനെ കരിയിച്ച് കൊടുക്കണതാണ്. പിന്നെ ചിലവരത് ചെറിയ കത്രിക വെച്ചിട്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ കത്രികയും ഉണ്ടായിരുന്നില്ല, ചന്ദനത്തിരിയും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ മെഴുകുതിരി, അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, മെഴുകുതിരിയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടൊന്ന് കത്തിക്കാൻ നോക്കി. പക്ഷെ അത് വിവരമില്ലാത്തത് കൊണ്ട് ഞാനതവിടെ ഉപേക്ഷിച്ചു. അപ്പം നമുക്ക് മാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കമ്മലുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ പോയ പോക്കൊന്നും ഞാൻ കണ്ടില്ല. അതെ ഇത് നമ്മുടെ ക്യാമറ ഉണ്ടാക്കുന്ന പിന്നാണ്. അപ്പോൾ അതെ മാലയുടെ സൈഡ് ഞാൻ ഒട്ടിച്ച് കൊടുത്തു. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കിടക്കണ ഭാഗം ഇനി അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെല്ലാം സെറ്റപ്പാക്കി വെച്ച് എനിക്കതിനുള്ള ആകാംക്ഷ കൊണ്ട് ഉണങ്ങാനുള്ള സമയം വരെ ഞാൻ അതിന് കൊടുത്തില്ല. പക്ഷേ വേഗം ഉണങ്ങിയിട്ട് അതെ ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചത്. അതിനുശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്തു. ഇനി അതിൻ്റെ സൈഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ അത് കട്ട് ചെയ്ത് കളയേ അത് മെഴുകുതിരി ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കുകയും ചെയ്യണം. വാട്ട് മൈ ബേബി ഉണ്ണികൾ എരിയത്തുണ്ടായതാണ് അവരുടെ സൗണ്ട്. പക്ഷേ അത് എയിമായില്ല. കാരണം കത്രിക ഞാനതുകൊണ്ട് ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം സൈഡിലൊക്കെ ഈ പശ പോലത്തെ സാധനം. കമ്മൽ അത്രയും എന്താണ് ഇവിടെ തല്ലൂടാതിരിക്കും. കണ്ട ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പക്ഷെ അത് സ്റ്റോൺ അടക്കം പോകുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാനത് അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വെറുതെ നിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കളയണേ. എന്തായാലും കമ്മൽ വേറെ വല്ലവർക്കും യൂസ് ചെയ്യാം, എനിക്കും യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാം. എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. സ്റ്റോണൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ച് ഇനി നമുക്കിത് കണ്ട കയ്യിൽ കരിയൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കത്തിക്കാൻ നോക്കിയതാണ്. ബാക്കിൽ സാധനം വെച്ച് പശയൊക്കെ വെച്ച് ഒട്ടിക്കണം. ഞാനിതൊന്നും എൻ്റെ കയ്യിലുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് മാല ഇതിൽ കോർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡത്ത് നമുക്ക് കുളത്തിടാനുള്ള സാധനം പിടിച്ച് സെറ്റാക്കി നമ്മുടെ ഇൻവിസിബിൾ ചെയിനും കമ്മലും അങ്ങനെ സെറ്റായിട്ട് എങ്ങനെയുണ്ട് ഭംഗിയിൽ. ഇനിയും ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ള ഷോ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അതെ ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ. എങ്ങനെയുണ്ട് പൊരിച്ചില്ലേ സംഭവം. നമ്മളിതിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ചിടുകയാണെങ്കിൽ ഇതിലും പൊരിക്കും. ഇത് ഞാൻ തന്നെ ചെയ്യാനുകൊണ്ട് എനിക്ക് വലിയ സംതൃപ്തിയില്ല. എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. കമ്മലാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞത്. ആ വെള്ള സാധനം നമുക്ക് ഉരുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ വെള്ള സാധനം കാണാൻ കാരണം അതിൻ്റെ ഒരു ഭംഗി അങ്ങടെ പോയി കിട്ടി. എന്തായാലും ഒരുവിധം നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡ്രസ്സിന് ഇടുമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കാരണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ നല്ല പക്ക നല്ല ഭംഗിയിൽ എന്തായാലും ഞാൻ ചെയ്യും. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ്. അപ്പം വേണ്ടവർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. പ്ലീസ് DM to order. ഇൻസ്റ്റയിൽ പറയണ പോലെ പറഞ്ഞു നോക്കിയതാണ്. തരാ കണ്ട ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ തല്ലൂടല്ലേ. അപ്പം ശരി എന്നാൽ അപ്പം